മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. കർത്താവേ, എടാ ഈപ്പ, നീ എന്റെ അപ്പനെ ചതിച്ചു ഒന്നല്ലടാ. ഇട്ടിയും പീലിയും ഒരുമിച്ച് വളർന്നു, അവരൊരുമിച്ച് തന്നെ പോട്ടടാ. ഈ കടലാസുകളും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ചാകുന്നതിന് മുമ്പ് പീലിച്ചായൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. മോനെ ഈപ്പച്ച, നിന്റെ അപ്പനെ ഞാൻ കൊന്നു, അതിന്റെ പ്രായച്ചിത്തായിട്ട് എന്റെ എസ്റ്റേറ്റുകളൊക്കെ നീ എടുത്തോടാന്ന്. അല്ല അപ്പൊ എന്ന് വെച്ച് പ്രാക്ക് കിട്ടുന്ന പണിക്കൊന്നും ഞാനില്ല. ഈ വീടും ചന്തയിലുള്ള കടമുറികളും തിയേറ്ററും നിനക്ക് തന്നെ. അത് മതിയല്ലോ കുട്ടപ്പ, നിനക്കൊരു ചെറുക്കനല്ലേ ഉള്ളൂ. ആ പറഞ്ഞതുപോലെ ആ കുരുത്തം കെട്ട ചെറുക്കൻ എവിടെടാ? പിടിക്കാൻ പിടിക്കടാ. ഒരു കൊച്ചു ബേബി ചാണ്ടി ചായനെ കൊല്ലല്ലടാ. എടാ, ഒരു അബദ്ധം പറ്റിപ്പോയതാടാ. പുറകെ ചെന്ന് കൊല്ലടാവനെ. വിഷവിത്താവൻ, വിഷവിത്ത്. ആ വിത്ത് മൂത്ത് വരാൻ ഇനി സമയമെടുക്കും. പക്ഷേ മൂത്ത് മൂത്ത് കാതിലുറച്ചു പോയ നീ എനിക്കൊരു പ്രശ്നമാണ്. പറഞ്ഞു കേട്ടെടുത്തോളം ഇൻബോൺ ക്രിമിനലാണ് ഈപ്പൻ. അയാളെ കുട്ടപ്പച്ചൻ വീണ്ടും വിശ്വസിച്ചത് എന്താണ്? തിരുമണ്ടനല്ലേ ഇത്, ഭീരു. പീലിച്ചായൻ പക്ഷേ കിടിലൻ കക്ഷിയായിരുന്നു. സാക്ഷാൽ തസ്കരവീരൻ. വേഷം മാറുന്നതിൽ അതിവിദഗ്ധൻ. ശരിക്കും ഒരു കലാകാരൻ. ആ മഹാകള്ളന്റെ മകൻ ദാ കിടക്കുന്നു, കണ്ടപറ്റി ചളുക്കും കൊണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലം ഗ്രാമീണരായ കൈത്തൊഴിലുകാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 1 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നു. പക്ഷെ ഇതിന്റെ പേരിൽ മുതലെടുത്തത് ഈപ്പച്ചനെ പോലുള്ളവരാ. അവന്റെ മലയിൽ സ്പിന്നിംഗ് മിൽ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അത് ശരിക്കും അവന്റെ അല്ല. കൊല്ലംകോട്ടിലുള്ള കുറെ പാവ നെയ്ത്തുകാര് ലോൺ എടുത്തുണ്ടാക്കിയതാ. ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും കുട്ടപ്പനെ പിടിച്ച് മുന്നിൽ നിർത്തിയതോടെ നെയ്ത്തുകാർക്ക് വിശ്വാസമായി. അങ്ങനെ എല്ലാവരും കൂടി ഒരു സഹകരണ സംഘം തുടങ്ങുന്നു. പുതുക്കാടുള്ള കുട്ടപ്പന്റെ 10 ഏക്കർ റബ്ബറാണ് കമ്പനിയുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നെയ്ത്തുകാരുടെ വീതമെന്ന് പറയുന്നത് അവന്റെ കിടപ്പാടം. ഈപ്പൻ വെറും 1000 രൂപ ഷെയറുള്ള സാധാ മെമ്പർ. പക്ഷെ 5 കൊല്ലത്തിനുള്ളിൽ കുട്ടപ്പനും നെയ്ത്തുകാരും പുറത്ത്. സംഘം ഈപ്പന്റെ വകയായി. ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ ചവിട്ടി മിതിക്കാൻ ഒരുത്തൻ വരും. അല്ലെങ്കിൽ ഞാൻ വരുത്തും. ആരെ വരുത്തും? എന്റെ പീലിച്ചായന്റെ കൊച്ചുമോനെന്ന് പറഞ്ഞാ എന്റെയും കൂടെ കൊച്ചുമോനാ. ഞാൻ പറഞ്ഞാൽ അവൻ വരും. കൊച്ചു ബേബി. കൊച്ചു പിള്ളേരൊക്കെ വന്ന് ടീപ്പിനിട്ട് എന്ത് ചെയ്യാനാ? അവനിപ്പോ കൊച്ചു ബേബി അല്ല, അറക്കളം ബായ്. ബോംബെ. അങ്ങേരും കള്ളനാണോ? ടെക്നിക്കലി സ്പീക്കിംഗ് കള്ളൻ തന്നെയാ. പക്ഷേ ഇത് റേഞ്ച് വേറെ. മഹാണ്ടർവേൾഡാ, മഹാണ്ടർവേൾഡ്.
अरकलम भाई, मैं सकीर अली बोल रहा हूँ। मुझे आपका मदद चाहिए। वो साला रबीरो हमें चीटिंग किया, 75 लाख का माल लेकर अपना ही ब्लू फोर्ड कार में भाग गया साला। अरकलम भाई, मुझे किसी भी तरह वो माल वापस चाहिए और वो काम सिर्फ आप ही कर सकता है। थोड़ी ही देर पहले निकल गया। हाँ, मुंबई पुणे एक्सप्रेस हाईवे से। अभी पनवेल क्रॉस किया नहीं होगा। എന്തേന്നു എല്ലാവരും കണ്ടല്ലോ, ദിസ് ഈസ് അറക്കളം ബായ്, ദാവൂദ് ഇബ്രാഹിമിന്റെ മുതലാളി. അറക്കളം ബായിയോ? അറക്കളം പീലിയുടെ കൊച്ചുമകൻ അറക്കളം ബേബി. ആദ്യ വെടി ഈ പച്ച മുതലാളിയുടെ ബോർഡില്, അടുത്ത വെടി കരിനാക്കെടുത്ത് വളയ്ക്കാതെ പട്ടി. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാ, മുതലാളിയുടെ ജീവന് ഭീഷണിയുണ്ട്. നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. അല്ല മുതലാളി, സുഖം പറഞ്ഞതിൽ കാര്യണ്ട്. തിരുനെറ്റിക്കിട്ട് വെടിവെച്ച കാറ്റുപോത്ത് വരെ വീഴും. പിന്നെ ഈ എളുപ്രാണിയായ മുതലാളി. ആര് ആരെ വീടൊക്കെ നീ പറഞ്ഞേ മുതലാളി? ഇങ്ങനെ വെള്ളം കുടി, കുടി. ആ തീർത്ത് കുടി. ഇങ്ങനെ ഇങ്ങ് വന്നു. ഈ തങ്കപ്പെട്ട ദേഹത്ത്
ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല. അതിന് എഞ്ചിൻ കൂടി നടത്തിട്ടേ പോവുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൊച്ചു ബേബി അമ്മയുടെ തേങ്ങ ഞാൻ കൊല്ലം. അല്ല മുതലാളി, നമ്മൾ ശ്രദ്ധിച്ചിരുന്ന വെടി വരുമ്പോ ഒഴിയാൻ പറ്റുമോ? ഞാനൊരു തമിഴ് സിനിമയിൽ കണ്ടേ. ആരെ നിന്റെ അച്ഛനെ? എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ. പിള്ളേരെ വിവരം അറിയിക്കണ്ടേ? ആ മുടിഞ്ഞോന്മാരൊക്കെ ഓരോ പട്ടണങ്ങളിലല്ലേ. ഇവരറിഞ്ഞു വരുമ്പോ ചിലപ്പോ എന്റെ തലി ഉണ്ടാവില്ല. മുതലാളി വിഷമിക്കണ്ട, വിവരം നമുക്ക് പോലീസ് അറിയിക്കാം. അല്ല ബേബി അങ്ങോട്ട് പോയിന്നാ സുഗതം പറഞ്ഞേ. മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്ക് എരുതിയിൽ മണ്ണെണ്ണ ഒഴിക്കുന്നവളാ അവള്. ബേബിയുടെ ഒരു അണ്ടർവേൾഡ്. അവൻ അവിടെ അണ്ടർവേൾഡ് ഒന്നല്ല, അണ്ടർവയർ കച്ചവടം ഫുട്പാത്തില്. മീഡിയം സൈസ്, ലാർജ് സൈസ്, മഞ്ഞ, പച്ച, ചോപ്പ്. ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ. ദീപു, മരണം എന്താണ്? നമ്മുടെ മരണമാണടാ ആ കാറിൽ നിന്ന് ഇറങ്ങിയത്. മീനാക്ഷി അമ്മ പറഞ്ഞത് പുളുവല്ല രാമു, ഇവൻ ഭീകരൻ. ഇനി എന്താണ് ഒരു വഴി ബാലു? പാലായനം. മീനു, യു ആർ സ്റ്റിൽ യങ്. ഒരു കൊച്ചു പെണ്ണ്. നീ അങ്ങ് വല്ലാതെ വളർന്നരടാ കൊച്ചു ബേബി. ഡൈയാന്നോ? നീലിപ്രങ്ങാതി. ആ, നീ കണ്ണൊന്നടച്ചേ. കർപ്പൂരം കെടാറായി. ഇത് പീലിച്ചായും തന്നെ. തൊട്ടടുത്ത് നീ ഇങ്ങനെ കടാമുട്ടനായി നിൽക്കുമ്പോ പീലിച്ചായൻ മഴക്കോട്ട് ഇട്ടോണ്ട് വരും പോലെയുണ്ട്. മഴക്കോട്ടോ? ആ, ഇത് ഗോണിബെയറിന്റെ ക്യൂട്ട് സൂട്ടാണ്. മെയ്ഡ് ഇൻ പാരീസ്. ജെയിംസ് ബോണ്ടുമാര് തലമുറകളായിട്ട് ഇട്ടുകൊണ്ട് വരുന്ന സൂട്ട്. ആഹാ, അത് പറ. അത്രയും പഴയതാണോ? കണ്ടോമാന്റെ അളവിന് തയ്ച്ചത് നിനക്ക് എങ്ങനെയാടാ ചേരുന്നത്? ഇന്ന് വൈകിട്ട് എന്റെ മോന് ചന്തേന്ന് നല്ലൊരു മഴക്കോട്ട് മേടിച്ചു തരാം. ആഹാ, അപ്പോ നീ ശരിക്കും അണ്ടർവേൾഡാ? പിന്നല്ലാതെ. ഇതിന്റെ അകത്ത് ആരാടാ ഇബ്രാഹിം കുഞ്ഞ്? ഇബ്രാഹിം കുഞ്ഞു? ആ, ഈ കള്ളക്കടത്തുകാരന്റെ ഒക്കെ തലവനെ. ആവോ, ദാവൂദ് ഇബ്രാഹിം. ആ. അവൻ പനിയായിട്ട് കിടക്ക. അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടു. ഇത് അമ്മച്ചിടാ പേയിങ് ഗസ്റ്റുകളല്ലേ? ഇവന്മാരതിനെ ഓടുന്നേ. പേടിച്ചിട്ടാ. എന്തിന്? ഞാൻ അവന്മാർ കൊടുക്കാൻ പാന്റ് ഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മച്ചി എന്റെ പേരും പറഞ്ഞ അവന്മാരെ വരട്ടിയോ? ലേശം വാടക തരില്ലെന്നേ കുരുത്തം കെട്ടവന്മാര്. നീ വന്ന കാലം നിൽക്കാതെ അകത്തോട്ടൊന്ന് കയറിക്കേ. ഈ അണ്ടർവേൾഡന്മാർക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അതെ, ആദ്യം വന്ന കാര്യം ഈപ്പൻ. നീ അയാളെ ദേഹോപദ്രവം ഒന്നും ചെയ്യരുത് കേട്ടോ. അയാളുടെ കാശ് കൊടുക്ക, അപ്പന് ജയിലിൽ നിന്ന് പുറത്തിറക്ക. അതാ പ്രധാനം. മുതലാളി ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ണു കാണില്ലേ? ദൈവം മുതലാളി. അയ്യോ, സാറേ, നാറ്റിക്കരുത്. ഞങ്ങൾ പരാധീനക്കാരാ. ഞാനൊരു എൻകൗണ്ടറിന് വന്നതല്ല അയ്യപ്പൻ പിള്ളേ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല പിന്നെ ഞാനും ഈപ്പച്ച മുതലാളിയായിട്ട് ഒരു ചെറിയ ബിസിനസ് ഡീലുണ്ട്. ഇത് അങ്ങോട്ട് കൊടുക്കുക, എന്റെ പേരുടെ ആധാരം ഇങ്ങോട്ട് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. സംശയം ഞാൻ തോന്നുകയാണെങ്കിൽ ഒരു മിനിറ്റ് സർ. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനു മുമ്പ്, തുറക്കുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ. എന്ത് ഡയലോഗ്? ഓപ്പൺ ദി ബോക്സ്.
ഓ ഓപ്പൺ ദി ഡോർ. താങ്ക് യു സർ. സൂം ചെയ്യടാ. സൂം ചെയ്യല്ലേ മുതലാളി? ഇതെന്നേ പൊന്നാണ് മുതലാളി. തിരിച്ചു വരുമ്പോ തന്നാ മതി. സർവീസ് പിസ്റ്റൾ പോലെ വഴി കളയരുത്. 1.5 ലക്ഷത്തിന്റെ മുതലാ. ദേഹപരിശോധന വേണേ ഏ അതൊന്നും വേണ്ട സർ. ഈ സാറിന്റെ ഒരു കാര്യം അല്ല പിന്നെ. അപ്പൊ ഇറങ്ങട്ടെ. സാർ ബ്ലാക്ക് കാറ്റ്സിനെ കൊണ്ടുപോകുന്നില്ലേ? ബ്ലാക്ക് കാറ്റ്സ് അല്ലോ, കണ്ടാൽ അറിഞ്ഞൂടെ? വൈറ്റ് കാറ്റ്സ്. ആ വൈറ്റ് കാറ്റ്സ്. താനവിടെ മിണ്ടാന്നാ മതി, അവരൊന്നും ചെയ്യല. സാർ എന്തൊരു നല്ല മനുഷ്യൻ. എന്താ എന്താ? താനിവിടെ ഉണ്ടോ നോക്കിയതാ? ഞാനിവിടെ നിൽക്കല്ലേ? അപ്പൊ അത് പറഞ്ഞൂടെ? ഹലോ. ഹായ് ഗൈസ്. കൊച്ചു ബേബി ആളങ്ങോട് വളർന്നുവല്ലോ. ഈ പച്ചായനും വല്ലാതെ വളർന്നു. സെറ്റപ്പ് ഗംഭീരം. കണ്ട കുരുത്തെന്ന് പറഞ്ഞത് ഇതാ. കേട്ടില്ലേ ഈ പച്ചായനെ വിളിച്ചത്? അപ്പന്റെ സ്ഥാനം എനിക്ക്. എന്റെ തോക്കല്ലേ ഇത് വെറും ചൈനീസ് മേക്കാ. വിലക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആക്കുറച്ച് കുറവാ. പാപ്പനിട്ട് പിടിച്ച പെണ്ണമുഴും. പിന്നെ ലോക്കലി വിലസാൻ ഇതൊക്കെ മതി. താഴെ അണ്ടർവേൾഡുകാർക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ പെപ്സിയോ സമൂസയോ? ഏയ് ഒന്നും വേണ്ട, എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. ബാ നമുക്ക് അകത്തോട്ടിരിക്കാം. അപ്പൊ അണ്ടർവേൾഡുകാർക്ക് വിശക്കില്ലേ? കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനം കംപ്ലീറ്റ് ഉണ്ട്. ആ കാലമാടൻ അതൊക്കെ ഒന്ന് അറത്തു. ഓ അല്ലെങ്കിലും ഇത് ഒരുക്കാനുള്ളതല്ലേ. അപ്പൊ ബേബിച്ചായ ഞങ്ങൾ മടങ്ങുക. രാത്രി യാത്രയില്ല. ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ബേബിച്ചായ സെന്റിമെന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇനി എന്നാ അങ്ങോട്ട്? ഇനി ഏയ് വേണ്ട. നിങ്ങളെങ്കിലും സമാധാനമായി ജീവിക്കും. ഒരിക്കലും മടങ്ങി വരരുത്. എന്താന്നറിയില്ല, ആകെ ഒരു തരിപ്പ്. മോനെ പീറ്ററെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? തുമ്മിച്ചാനും ജോണിയും കൂട്ടിപ്പോയി അവനോടൊന്ന് തല്ലി നോക്കാം. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ പീറ്ററെ? തല്ലിയാലും നമ്മൾ ജയിക്കില്ല തുമ്മിച്ച. ജയിച്ചാലും ജയം പിടിച്ചു തീർത്താൻ നമ്മൾ പ്രയാസപ്പെടും. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നമുക്കുണ്ട്. സോ കൗശലപൂർവ്വം കാത്തിരിക്കാം. പഴയതുപോലെ 6 നീന്തി രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്ന കാലം വരും. അതുവരെ എലി കിടന്ന് ചുമ്മാ കളിക്കട്ടപ്പാ. നമുക്കത് കണ്ടു രസിക്കാം. പൂച്ചയ്ക്കും വേണ്ട ഒരു അല്പസ്വല്പ എന്റർടൈൻമെന്റ്സ്. എന്റെ 3.5 കിലോ സ്വർണം വെച്ച എലി കളിക്കണേ, അത് ഓർമ്മ വേണം പൂച്ചയ്ക്ക്. ഈ ആൾമാറാട്ടം അറക്കളം പീലിയുടെ മാത്രം വകയൊന്നും അല്ലല്ലോ. വല്യപ്പച്ചായനും അറിഞ്ഞുകൂടായിരുന്നോ? കുറേശ്ശെ. എന്റെ അപ്പൻ ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പനറിയില്ല ഇതൊന്നും. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടുപോയി. കൊച്ചു ബേബി, നീ പൊറുക്കണം. പൊറുക്കാൻ കഴിയാത്തതാ ഞാൻ ചെയ്തതൊക്കെ, നിന്നോടും അപ്പനോടും. മറക്കാനും പൊറുക്കാനും കഴിയുന്നല്ല ഒന്നും. എന്നാലും ജീവിതം ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത, എല്ലായിടത്തും തോറ്റു തളർന്നു പോയ ഒരു കിഴവന്റെ അത്യാഗ്രഹമാണ്. ചോദിച്ചോട്ടെ? ഇനിയുള്ള കാലം അവർക്ക് എൻ്റെ കൂടെ താമസിക്കണമെന്ന്. ഞാനൊരു പെണ്ണുമൊക്കെ കെട്ടി അപ്പൻ എൻ്റെ പിള്ളേരെ കളിപ്പിക്കണമെന്ന്. എന്റെ മീനുവേ, അത് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് അങ്ങ് അയ്യോ ഭാവം തോന്നിപ്പോയി. അതിയാനോ? തന്തയെ കയറി ഔസേപ്പേട്ടെന്ന് വിളിക്കുന്ന പരിപാടിയൊക്കെ അതങ്ങ് ബോംബെയില്. ഇത് മലബാറാ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണ ചെറുക്കാ. ബഹുമാനിച്ചല്ലേ? അത് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ദാറ്റ് മാൻ. ഓ ആദ്മി.
പാവം സാറാമ്മ. അവിടെ എന്നാ പറഞ്ഞു? സാറാമ്മച്ചി എന്നതാണോ എനിക്ക് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അവരാണല്ലോ എല്ലാത്തിനും മൂലകാരണം. ഓ, മൂലവും കാരണവും. ചേടാ, വയസ്സുകാലത്ത് മാതാപിതാക്കന്മാരെ നോക്കുന്നതിനേക്കാൾ വലിയ പുണ്യമുണ്ടോ? അണ്ടർവേൾഡുകാർ ഇതൊന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ സദാചാരം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലേ? ആ, അതൊക്കെ പോട്ടെ. എന്താ നിന്റെ അടുത്ത പരിപാടി? ഈ പന ഞാൻ എന്ത് ചെയ്യും? അതല്ലേ മീനാമച്ചി ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതെ കുട്ടാ. ഒന്നും ചെയ്യില്ല. ലെറ്റ് ഹിം ലിവ്. ജീവിച്ചു പോട്ടെന്നേ. പക്ഷെ മുതൽ പോയി ഇപ്പൻ വെറുതെ ഇരിക്കോ? അവന്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ പീറ്റർ, ഭീകരനവൻ. ഒരുപാട് ഭീകരന്മാരെ കണ്ടും കൊണ്ടും പദം വന്നവനായി കൊച്ചുബേബി. പ്രതികാരം രണ്ടു വിധം ചെയ്യാം. ഈപ്പനെയും മക്കളെയും കൊന്ന് ജയിലിൽ പോവാം, അതൊരു വഴി. രണ്ടാമത്തത് ഐ പ്രിഫർ ദാറ്റ്. എന്താ അത്? വല്യപ്പച്ചനും ഇടിപ്പാപ്പനും പണ്ട് ജയിലിൽ കിടന്നപ്പോ ഈപ്പൻ എന്തായിരുന്നു പണി? ഈയം പൂശാനുണ്ടോ? കിണ്ടി വിളക്കാനുണ്ടോ? ഈയം പൂശാനുണ്ടോ? അതെ, കിണ്ടിയുടെയും മുന്തയുടെയും ഓട്ടയടിച്ച് ഈയം പൂശിയും നടന്നവന് ചെറുതാണെങ്കിൽ ഒരു സ്വർണ്ണക്കട നടത്താൻ കാശ് കൊടുത്തത് വല്യപ്പച്ചനാ. ഈപ്പനവന്റെ തലവഴി കാണിച്ചു, കൊടുത്ത കൈക്ക് തന്നെ കൊത്തി. ഇനി അതേ ഈപ്പൻ ഈയം പൂശാനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് എനിക്കൊന്ന് നേരിട്ട് കാണാം. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേര തന്തയ്ക്ക് പിറന്നവനാ. ഈപ്പൻ തെണ്ടണം. എനിക്കും അതൊന്ന് കാണണം. തെണ്ടിച്ചു തരാം മീനു. അതിന് പക്ഷെ തായ്വേര് ഇറക്കണം. തായ്തടി അറിയാതെ തായ്വേര് ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്ത്? അതൊക്കെ പറയാം. തൽക്കാലം ഞാൻ ആ തിയേറ്റർ എടുത്ത് നടത്താൻ പോവാ. മേരി മാതാ ടാക്കീസ്. ഹലോ, രാവിലെ തന്നെ ബാലഗോപാലിനെ എണ്ണ ഏൽപ്പിക്കുകയാണോ? എന്നാലും എന്റെ രാഘവമാഷേ, വിളക്കും കത്തിച്ചു വെച്ചുള്ള ഈ കൃഷിപ്പണി കുറച്ച് കടോരമാണേ. പെൺകുട്ടികൾ 3 ബേബിച്ച. ബേബിച്ചായോ? എന്നതാ? തിയേറ്റർ അടിപൊളി. ബേബിച്ചായം വന്ന പിന്നെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് പടം കാണാം. അത് പിന്നെ ഞാൻ എന്നാ സ്ട്രിക്റ്റ് ആന്നാ വിചാരം. കൊച്ചിന്റെ പേരെന്നാ? സേതുലക്ഷ്മി. സേതുലക്ഷ്മിക്ക് ആരുടെ പടവാ കൂടുതൽ ഇഷ്ടം? കുഞ്ചാക്കോ ബോബന്റെ പടവാ ഇഷ്ടം. കുഞ്ചാക്കോ ബോബന്റെ ആണോ? എന്നാ ഇനി കുഞ്ചാക്കോ ബോബന്റെ പടത്തിന്റെ അയ്യര് കളിയായിരിക്കും. പക്ഷേ ഞാൻ പോട്ടെ, പടം കാണാൻ വരണേ. വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് കേട്ടോ. എന്തോന്നാണ് ഇളക്കം? അറക്കളം പീലിയുടെ കൊച്ചുമോനാ സാധനം. വലിയ ബലം കൊടുക്കണ്ട. ഇങ്ങോട്ട് പാടി. എന്നതാ? എളിയേ, ഇവൻ അവിടെ സർക്കസിലെങ്ങാണ്ടായിരുന്നു പണി കേട്ടോ. നിങ്ങൾ ഇങ്ങ് വന്നേ മനുഷ്യ, വാ ഇങ്ങോട്ട്. അതെ, കൊച്ചു ബേബിക്ക് കെട്ടുപ്രായം കഴിഞ്ഞു, ഇനി വൈകിക്കരുത്. പിന്നെ അൺമാരിഡ് ബോയ്സ് രാത്രിയിൽ ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഹൈ, ദേ, നമ്മുടെ കടമ മറക്കരുത്. ഉടനെ ഒരു ആലോചന തുടങ്ങി വെക്കണം. വാ. ഇതാരും മീനു. കാലത്തെ എന്താ ഈ വഴിക്ക്? ഇത്തിരി സംസാരിക്കാനുണ്ട്. കാലത്തെനിക്ക് സമയമില്ല, വൈകിട്ടാട്ടെ. ഓ, വൈകിട്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് വിടുകയല്ല, വൈകും. ആര് വിടുകയല്ലെന്ന്? ഫിലിം ചേംബറുകാര്. ഫിലിം ചേംബറോ? നിനക്ക് എന്നാ ഫിലിം ചേംബറിൽ കാര്യം? ഞാനല്ലയോ മേരി മാതായുടെ ഓണർ. നീ പോടാ ചെറുക്ക. എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. നീ ചേംബറിൽ പോയിട്ട് വാ. ചുമ്മാ സസ്പെൻസ് ഇടല്ലേ മീനുക്കുട്ടി. ഞാൻ ഇന്നലെ ഒരു ജോത്സ്യരെ കണ്ടു. പേര് നാളും പറഞ്ഞ്
നിന്റെ പേര് രാശി വെപ്പിച്ച് നോക്കി. ആ എങ്കി വണ്ടി വീട് മീനുകുട്ടി. എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും പണ്ടേ വിശ്വാസമില്ല, വെറും ഗുണ്ട്. സത്യം, അയാള് പറഞ്ഞത് കേട്ടപ്പോ എനിക്കും ജ്യോതിഷത്തിലുണ്ടായത് വിശ്വാസം അങ്ങ് പോയി. അയാൾ എന്താ പറഞ്ഞത്? നിന്റെ കല്യാണം ഉടനെ നടക്കുമെന്ന്. പുളു. ഗുഡ് മോർണിംഗ് സർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? എനിക്ക് നിങ്ങളുടെ മാനേരെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ മാനേജറെ കാണാൻ ബുദ്ധിമുട്ടാവും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മാനേജരല്ല, ചെയർമാൻ സെൻഗുപ്ത വന്ന് തൊഴുതു നിൽക്കും. റൂബി, യെസ് സർ. ഇൻട്രൊഡ്യൂസ് മീ. He is Mr. Samuel John Puthentopil Bangalore from Manarkad, Kottayam. സാമുവൽ ജോൺ, SP അക്കൗണ്ട് നമ്പർ 3. You said it. ക്ഷമിക്കണം സർ, പ്ലീസ് ഡൗൺ. മാഡം പ്ലീസ് 1 മിനിറ്റ് സർ, ജസ്റ്റ് 1 മിനിറ്റ്. ഐ ആം രാംകുമാർ, ബ്രാഞ്ച് മാനേജർ സർ. പേരിലൊന്നും വലിയ കാര്യമില്ല, സർവീസ് ആണ് പ്രധാനം. ഐ ആം അറ്റ് യുവർ സർവീസ് സർ. Then you prove it, man. പ്ലീസ് കം. പ്ലീസ്. സാമുവൽ സാറ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററാണ്. അതുകൊണ്ട് സ്റ്റാഫിനൊക്കെ ആളെ കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനൊരു കാഴ്ച വസ്തുവല്ല. It's very hot. Take your seat. നിങ്ങളുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററായ സാമുവൽ ജോൺ ഞാൻ തന്നെയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? താനെന്നല്ല, തനിക്ക് മുമ്പുണ്ടായിരുന്ന മാനേജർമാര് പോലും എന്നെ അറിയത്തില്ല. ഞങ്ങളെ ഡെപ്പോസിറ്റ് ചേർത്തത് അന്നത്തെ ബാങ്ക് ചെയർമാനായിരുന്ന സമ്മർ ഗംഗോലി. അതും നമ്മുടെ ഹൗസിൽ വന്നാ ചേർത്തത്. That was in 1965. അന്ന് എനിക്ക് പാലക്കാട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കാപ്പിയുടെ. റൂബിയെ, Yes, sir. അതൊക്കെ ഒന്നെടുത്ത് കാണിച്ചു കൊടുത്താട്ടെ. ഇത് സാറിന്റെ പാസ്പോർട്ട്, റേഷൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്. ഇത് സാറിന്റെ റോട്ടറി ക്ലബ് കാർഡ്. ബുഷ് നമ്മുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചപ്പോ എടുത്ത ഫോട്ടോ അങ്ങ് എടുത്ത് കാണിക്കണി വേണേ. ഏത് ബുഷ്? അമേരിക്കയിലെ രാജീവ് ഗാന്ധി. സാറിനെ പോലൊരാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കടമാണ്. സങ്കടപ്പെടണ്ട, യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. ഞാനിവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഭാര്യ ചേച്ചക്കുഞ്ഞ്. ഹായ്. പൂച്ചക്കുഞ്ഞല്ല, ചേച്ചക്കുഞ്ഞ്. ഇതെന്റെ സെക്രട്ടറി റൂബി കുഞ്ഞ്. തൊടാതെ സംസാരിച്ചോടെ മനുഷ്യ. എന്റെ കണ്ണ് തെറ്റിയ ഇതിയാന്റെ കൈ സെക്രട്ടറിയുടെ ദേഹത്താ. ബിഹേവ് യുവർ സെൽഫ് ചേച്ചേ. ആ മാനേരെ, എനിക്കൊരു ചെക്ക് ലീഫ് വേണം. ആ, ഒരു ചെക്ക് ലീഫിങ് കൊണ്ടുവരും. ഞങ്ങളുടെ പിള്ളേരെല്ലാം അങ്ങ് USA-യില്ല. അവന്മാർക്കൊന്നും മടങ്ങി വരാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോവുക. ഇവിടെ ഇതിന് മാത്രം പണം കുന്നുകൂട്ടിയിട്ട് എന്നെ എടുക്കാനാ? അത് വല്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ മേലായോ? ആ ചെക്കിങ് തന്നെ. പേന. വല്യപ്പച്ചോ, ഒപ്പിടട്ടോ? നീ ധൈര്യമായിട്ട് ഒപ്പിടാ കൊച്ചുപേരി. കള്ള ഉപ്പിന്റെ ആശാനായിരുന്ന അറക്കളം പീലിയുടെ കൊച്ചുമോനാ നീ. എങ്ങനെയുണ്ട് എന്റെ ഒപ്പ്? കളകിട്ടുണ്ട് മോനെ. എത്ര രൂപയ്ക്ക് ചെക്ക് എഴുതണം വല്യപ്പച്ച? നീ ഒരു 9 കോടിക്ക് എഴുത്. പക്ഷെ ഫാക്ടറി മേടിക്കാൻ 5 കോടി മതിയല്ലോ. നീ എഴുതടാ ചേർക്ക. ബാക്കി കാശുകൊണ്ട് വേറെ ചില പുണ്യപ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്നാ പിന്നെ 10 തികച്ച് എഴുതട്ടെ. അവന്റെ അക്കൗണ്ട് അടപടലെ ക്ലോസ് ചെയ്യാം. ഏയ്, അത് പ്രാക്ക് കിട്ടുന്ന പണിയാവട്ടാ. പണ്ട് ഭണ്ഡാരക്കുറ്റി പൊളിക്കുമ്പോഴും ഞങ്ങള് ചില്ലറകൾ അവിടെ ഇട്ടേക്കും. അതാ അതിൻ്റെ ഒരു ശരി. മോഷണം സത്യമുള്ളൊരു തൊഴിലാ മോനെ. ഓക്കെ, റൈറ്റ്. റൂബി, സർ. 9 crores. സാർ,
ഇത് 9 crores 9 കോടി. സാർ, ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയർ. Yes, it is rare, but not impossible. ഈ SB അക്കൗണ്ടിന്റെ സുഖം എന്ന് പറയുന്നത് അതാ. 10 പൈസ മുതൽ എത്ര കോടി വേണേലും ഒറ്റ ചെക്ക് മതി. നിയമതടസ്സം വലുതുണ്ടോ? നോ, നത്തിങ് സർ. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇത്രയും വലിയ തുക ഒരു ബാങ്കിലും സൂക്ഷിച്ചു വെക്കാറില്ല. നിങ്ങൾക്ക് ചിലപ്പോ സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള മറ്റ് ബാങ്കുകളിൽ നിന്നുകൂടി പണം അറേഞ്ച് ചെയ്യേണ്ടി വരും. അതിന് നിയമതടസ്സം വല്ലതുണ്ടോ? നോ സർ. Then hurry up, man. നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇന്നലെ ഒന്ന് വിളിച്ച് പറയേണ്ടതായിരുന്നു. അതിന് രാവിലെ അല്ലേ സർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കൈ മാറ്റടി അസത്തെ. സർ, ഒന്ന് വെയിറ്റ് ചെയ്യണം. മാക്സിമം ഹാഫ് ആൻ അവർ. അയ്യോ, അവൻ പോലീസിനെ വിളിക്കാൻ പോയതാണോ? അവൻ റീജിയണൽ മാനേജരെ വിളിക്കും. ഏറിപ്പോയ സോണൽ മാനേജർ. ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജർക്ക് ചെയ്യണമല്ലയോ? അയാൾ ഈപ്പനെ വിളിച്ചാലോ? നിയമപരമായി സാമുവൽ ജോണിന്റെ അക്കൗണ്ടുമായിട്ട് ഈപ്പന് ബന്ധമൊന്നുമില്ല. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈപ്പൻ ആയതുകൊണ്ട് മാനേജരെ വിളിക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പാവോടാ പൊടിയാ? മീനു, let us wait and see. Yes. Regional Manager, Oriental Central Bank. What? 9 കോടിയോ? ഓക്കെ. ആസ് പെർ റൂൾ നമ്മൾ പണം കൊടുത്തേ പറ്റൂ. എന്നാലും ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ തുകയെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റയറസ്റ്റ് ഓഫ് എ റയർ ഇൻസിഡന്റ്. അയാളുടെ ഐഡന്റിഫിക്കേഷൻസ് കറക്റ്റ് ആണല്ലോ? ഫോർജറി അല്ലല്ലോ? പാസ്പോർട്ട് ഐഡന്റിഫിക്കേഷൻ കാർഡ്സ് എല്ലാം കറക്റ്റാണ് സർ. എന്നാലും എനിക്കൊരു പേടി. സാറൊന്ന് ഇവിടെ വരെ വരണം. അബദ്ധം പറ്റിയ എൻ്റെ 7 ജന്മം കൊണ്ട് തിരുത്താൻ പറ്റില്ല സർ. ഓക്കെ, ഞാൻ വരാം. താൻ ഏതായാലും SBIയിൽ വിളിച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യും. കൊടുക്കുന്നത് ഞാൻ വന്നിട്ട് മതി. എന്തായാലും ഈപ്പൻ മുതലാളി ഒന്ന് വിളിക്കാം. അങ്ങേരുടെ കക്ഷിയാണല്ലോ സാമുവൽ ജോൺ. ഹലോ, ഈപ്പൻ സാറല്ലേ? ഞാൻ മകനാണ്, പീറ്റർ. ഞാൻ തോമസ് മാത്യു, ഓറിയന്റൽ ബാങ്കിന്റെ റീജിയണൽ മാനേജറാണ്. അപ്പൻ കുളിക്കാണ്. ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. അപ്പ ആ ഓറിയന്റൽ ബാങ്കിന് റീജിയണൽ മാനേജർ വിളിക്കുന്നു. ബാങ്ക് വരെ ഒന്ന് ചെല്ലണമെന്ന്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പനോടൊന്ന് ചെല്ലാൻ പറഞ്ഞു വേഗം. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. ആ സക്കീർ അലിയും അവന്റെ അപ്പനും കാത്തു നിന്ന് ബോറടിക്കണ്ട. കാശ് എന്താ വാങ്ങിച്ചോ, ഞാൻ വരാൻ കാത്തു നിൽക്കണ്ട. ഒപ്പിടാനുള്ള കടലാസുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എന്നാ ചെല്ല്. ഹലോ, ഈപ്പൻ ഹിയർ. നോ, ഒരിക്കലും ഇല്ല. നോ ചാൻസ്. വന്നവരാരായാലും കള്ളനാണവൻ, പെരുകള്ളൻ. അത് സാമുവൽ ജോൺ അല്ല. സാമുവൽ ജോൺ അല്ലേ? വേറൊന്നുമല്ല സാർ, കാലം വല്ലാത്തതാ. വന്നവൻ ആൾമാറാട്ടക്കാരനല്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ. സാമുവൽ അച്ചായനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടതാ. എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പീറ്ററേ, പീറ്ററേ. പൊടിയാ, പോലീസ്. നമുക്ക് മുങ്ങാം. ഏയ്, അത് നമ്മുടെ പണത്തിന് എസ്കോർട്ട് വന്ന പോലീസല്ലേ? ഗുഡ് മോർണിംഗ്. കക്ഷി എവിടെ? മുറിക്കകത്തുണ്ട്, വരണം. എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം. പ്രശ്നത്തെ ആണോ ആവോ? പ്രായത്തിന്റെയാ. വയസ്സ് 19 ആയില്ലേ? 32. അത് കഴിഞ്ഞ മാസം. എന്താ ഇത്ര താമസം? ഇവരെന്ന് എണ്ണി പഠിക്കാണോ? എടി എന്നെ അങ്ങോട്ട് തള്ളാൻ ഇത് ചീമൊട്ടയല്ല, 1000ന്റെ കെട്ട്.